അതെ ഇന്നിപ്പോ നമ്മൾ എവിടെയാണ് അറിയോ നിൽക്കുന്നത്? നമ്മുടെ ഇപ്പോഴത്തെ അടുക്കള കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുണ്ടാവും. നമ്മളിവിടെ വീട്ടിൽ വന്ന് കേട്ടാ കൊല്ലങ്കോട് എത്തിയിട്ടുണ്ട്. കൊല്ലങ്കോട് എത്തി ഇതാ അടുക്കളയിൽ വന്നിട്ടുണ്ട്. ഇന്നിപ്പോ നമ്മുടെ ഇതുകുട്ടിന്റെ ബർത്ത്ഡേ ആണ് കേട്ടാ. അപ്പൊ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ കേക്ക് മുറിയൊക്കെ ഉണ്ട്. ഞങ്ങളെ കേക്കുമാരെല്ലാരും വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊരു ആഘോഷമുണ്ട്. അപ്പൊ അതിനുള്ള എന്താണ് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിപ്പോ ചിക്കൻ കറി ഉണ്ടാക്കണം. വരൂ കാണിക്കൂ കുട്ടി. ഇവിടെ ചിക്കൻ റെഡിയാക്കി കൊണ്ടിരിക്കുന്നു. അതൊരു പേളിയും പണിയാണ്. അത് ജയിലല്ലയോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം കേട്ടാ. ഓരോന്നായിട്ട് കാണിച്ചു. അപ്പോൾ ഇവരെയൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ നമ്മുടെ വീട് എത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ എത്തിയത്. ഇന്നിപ്പോൾ വൈകുന്നേരം നമ്മുടെ ഇതുകുട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട് കേട്ടോ. ചെറുതായിട്ട് കേട്ടോ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരുപാട് പേരൊന്നുമില്ല, ഞങ്ങൾ പെങ്ങന്മാർ മാത്രമേ ഉള്ളൂ. പിന്നെ അഞ്ജുവിൻ്റെ വീട്ടിൽ നിന്ന് അവർ വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുകുട്ടൻ്റെ പിറന്നാളാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, പിറന്നാൾ കുട്ടി കളിക്കുകയാണ് കേട്ടോ. ഞങ്ങളെ എല്ലാവരെയും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ആളങ്ങനെ എന്താ പറയുക, കരച്ചിലോ ബഹളം ഒന്നുമില്ല. എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ എല്ലാവരോടും ചിരിച്ച് കളിച്ച് സംസാരിച്ച് ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്തായാലും ഇത് അവനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കാനായിട്ട് ആ ചേച്ചിമാർ വന്നതല്ലേ. അപ്പോൾ കുട്ടികൾക്ക് കുറേ ദിവസം കൂടിയാണ് കണ്ടത് കുട്ടീനെ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷത്തിൽ പിള്ളേരിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വീഡിയോ എടുക്കുമ്പോൾ അവൻ ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുകുട്ടൻ്റെ പിറന്നാളിൻ്റെ നമ്മൾ സദ്യയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സദ്യയല്ല, നെയ്ച്ചോറും ചിക്കൻ കറിയും പായസവും ഒക്കെയാണ് കേട്ടോ അന്നൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ വൈകുന്നേരത്തെ പരിപാടി ആയതുകൊണ്ട് തന്നെ ഉച്ചയാകുമ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ പതുക്കെ അങ്ങോട്ട് പണി തുടങ്ങിയാൽ മതിയല്ലോ. ഒരു 5-6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഫുഡൊക്കെ റെഡി ആയാൽ മതി. അങ്ങനെ കുഞ്ഞുകുട്ടി ഇതാരാണ്? ഇതാരാണ്? ഇതു ബേബിയാ? ഇത് ബേബിയാ? ഇത് ബേബിയാ? ഇതാരാണ് തലയിൽ തെങ്ങൊക്കെ മുളച്ചിരിക്കുന്നത്? അപ്പോൾ പാചകത്തിൻ്റെ ഇടയിൽ കുട്ടീൻ്റെ വീഡിയോസും ഇങ്ങനെ ഇടയ്ക്കൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പിള്ളേർ. അപ്പോൾ എന്തായാലും ഇതാ ചിക്കൻ കറിയൊക്കെ ഈ അടുപ്പിൽ ഒക്കെ മസാലയൊക്കെ പുരട്ടി റെഡിയാക്കി. പിന്നെ ഇതാ അവിടെ പരിപ്പ് കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വലിയ ഉരുളി ആയതുകൊണ്ട് ചെറിയ അടുപ്പത്ത് വെച്ചാൽ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇതാ പുറത്ത് അടുപ്പ്, വലിയൊരു അടുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മ നെല്ല് വെക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അതിലാണ് കേട്ടോ നമ്മുടെ ഉരുളി കയറ്റിയിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ കറി എന്തായാലും അവിടെ ആവുന്നുണ്ട്. പിന്നെ അതവിടെ കായ്ച്ചാറുണ്ടല്ലോ, നെയ്ച്ചോറിന് വേണ്ടി കായ്ച്ചാറ് ഇവിടെ തടുപ്പിൽ വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ആങ്ങളെയാണ് ഉണ്ടാക്കുന്നത്. ആങ്ങളെ ബിരിയാണി, നെയ്ച്ചോറ് അല്ലെങ്കിൽ എന്താ പരിപ്പ് കറി അങ്ങനെ എല്ലാം ഉണ്ടാക്കും കേട്ടോ. അവൻ പാചകത്തിലൊക്കെ ഇതാണ് നോൺ വെജ് കേട്ടോ. സദ്യ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. ഈ ബിരിയാണി നെയ്ച്ചോറൊക്കെ നന്നായിട്ട് ഉണ്ടാക്കും. അതുകൊണ്ട് അപ്പോൾ അവൻ കറിയൊക്കെ ഉണ്ടാക്കണം. നമ്മൾ ഈ പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് മുരിങ്ങക്കായ, വാഴയ്ക്ക, കുമ്പളങ്ങ, വഴുതനങ്ങ, മാങ്ങ ഒക്കെ ഇട്ടിട്ട് നമ്മുടെ പാലക്കാട്ടിലൊരു കറി ഉണ്ടാവും. നമ്മുടെ ബിരിയാണിക്കാണെങ്കിലും നെയ്ച്ചോറിനാണെങ്കിലും ഒരേ കറി തന്നെ കേട്ടോ. അപ്പോൾ അത് കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഇതുപോലെ വലിയ വലിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇതുപോലെ എണ്ണയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം പച്ചക്കറി എല്ലാം ഇട്ട് വഴറ്റിയിട്ട് അങ്ങനെ വെക്കുന്നതാണ് കേട്ടോ കറി. മുളകുപൊടി ഇതൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും റെഡിയാക്കിയില്ല. പിന്നെ പായസത്തിനുള്ള സേമിയ വറുത്ത് വെച്ചിട്ടുണ്ട്, ചവ്വരി. പിന്നെ ഇതവിടെ കാടമുട്ട പുഴുങ്ങാനായി വെച്ചിട്ടുണ്ട്. കാടമുട്ട അച്ചാറുണ്ടാക്കാനാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടുത്തെ പാചകം, ഇന്നത്തെ പാചകം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരും ഓരോന്ന് വെക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയത് ചിക്കൻ കറിയാണ്. പിന്നെ ആങ്ങളെ വന്നിട്ട് നെയ്ച്ചോറുണ്ടാക്കി, ഞാൻ ഹെൽപ്പ് ചെയ്തു കേട്ടോ. പിന്നെ വന്നിട്ട് പരിപ്പ് കറിയൊക്കെ ആങ്ങളെ ഉണ്ടാക്കി. പിന്നെ പായസം എന്താ ചേച്ചി ഉണ്ടാക്കി. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും ഓരോരോ പണികളെടുത്തത് കൊണ്ട് എല്ലാവർക്കും
എന്താ പറയുക അധികം അങ്ങനെ ജോലിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയല്ല, എന്നാലും അധികം എല്ലാവരും കൂടെ അങ്ങോട്ട് ഇതാക്കണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഓരോരുത്തരും ഓരോരോ പണികൾ ചെയ്ത് അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു 5:30-6 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ ഭക്ഷണം ഉണ്ടാക്കലൊക്കെ തുടങ്ങിയിട്ട് ഒരു 3 മണിക്ക് തുടങ്ങി. ഇതിപ്പോൾ ഒരു 4 കിലോനാണ് കേട്ടോ ഞങ്ങൾ അരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ചോറ് വയ്ക്കാനുള്ള നെയ്ച്ചോറിനുള്ള എന്താണ് ഉള്ളിയൊക്കെ വറുത്തിടുകയാണ് കേട്ടോ. വറുത്ത് ആദ്യം വെക്കുകയാണ്. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ അതാ ഇത് കുട്ടീനെ എടുത്തിട്ടാണ് കേട്ടോ ആങ്ങള അവിടെ നിൽക്കുന്നത്. അപ്പോൾ അവൻ ഇങ്ങനെ എന്താണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, എന്തൊക്കെയാണ് ചെയ്യണം, അമ്മായിമാർ എന്തൊക്കെയാണ് ചെയ്യണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഉള്ളിയൊക്കെ വറുത്ത് എടുത്തിട്ടുണ്ട്. അതേ ഒരു ഓയിലിൽ തന്നെ ചോറിനുള്ളതും ഒക്കെ റെഡിയാക്കാനായിട്ട് പോവാണ് കേട്ടോ. മാങ്ങ അച്ചാർ അത് ഇതാ ഇവിടെ എന്താ അച്ചാറാണ്? കാടമുട്ട അച്ചാർ. ഇതെന്ത് ഇങ്ങനെ കളർ വരാൻ കാരണം? ഇങ്ങോട്ട് നോക്ക് ഗൗരി, അച്ചാറിന്റെ റെസിപ്പി എന്ന് പറഞ്ഞാടി. കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നോണ്ട് നമ്മളത് പോയി വിടുന്നില്ല. എടുത്ത് സീക്രട്ട് ആയിട്ട് പറയാം. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഒഴിവാകുമ്പോ അച്ചാറിട്ടാ മതി. ശർക്കര. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇത് അച്ചാർ ഇടുന്ന തിരക്കിലാണ്. മാങ്ങ അച്ചാർ പിന്നെ കാടമുട്ട കൊണ്ടുള്ള അച്ചാറൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചിൻ്റെ മോള് എന്താണ് ബാംഗ്ലൂരാണ് കേട്ടോ ആള് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവള് നാളെ ഇപ്പോൾ പോവും. അപ്പോൾ അവൾക്കുള്ള അച്ചാറൊക്കെ റെഡിയായി കൊടുക്കുകയാണ് അനിയത്തി. നന്നായിട്ട് അച്ചാറൊക്കെ ഇടും കേട്ടോ. മാങ്ങ അച്ചാറൊക്കെ സൂപ്പറായിട്ട് ഇടും. അപ്പോൾ അവൾക്കുള്ള അച്ചാറൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ എന്തായാലും എനിക്ക് വയ്യായിക വന്നിട്ട് എൻ്റെ വയ്യായിക അങ്ങനെ പൂർണ്ണമായിട്ടൊന്നും മാറിയിട്ടില്ല. എന്നാലും കണ്ടില്ല എൻ്റെ മോൻ കാണുമ്പോൾ തന്നെ അറിയാം ഇങ്ങനെ ഒരു കണ്ണൊക്കെ ഉള്ളിൽ പോയി ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നന്നായിട്ടൊന്നും മാറിയിട്ടില്ല കേട്ടോ. പിന്നെ കുട്ടിയാണെങ്കിൽ ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ കളിക്കുകയാണ്. ഇതൊട്ടി ഇതുപോലത്തെ വേലി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഗൈസ്? നമ്മുടെ അവിടെ ഉണ്ട് കേട്ടാ. ഇതുപോലത്തെ വേലിയൊക്കെ കാണാനേ ഇപ്പം കിട്ടാനില്ല അല്ലേ? ഡേ കുട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഇവിടെ ഒരു മൂച്ചിമരം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പം വന്നതാണ് ഈ മേനെ. ഈ എന്താണ് ഇവിടെയൊന്നും ഇത് മുളയൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെയായിരുന്നു മുള. അതാ അവിടെ ഉണ്ട് മുള. ഇതൊക്കെ ഇപ്പം വന്നതാണ് മുള. ഇവിടെ വലിയൊരു മൂച്ചി ഉണ്ടായിരുന്നു ഊഞ്ഞാലിട്ട് കളിക്കാൻ. ഇത്തോട്ടാ എത്തോട്ടാ ഇത്തോട്ടാ ഇതുമ്മ ഇതോട്ടെ. അല്ല ഞങ്ങൾ ചക്കൻകുട്ടിയാണ്. വളയിട്ടിട്ടുണ്ട്, വളയിട്ടിട്ടുണ്ട്, കൊലുസിട്ടിട്ടുണ്ട്. കൊലുസുണ്ടായിരുന്നല്ലോ അവനെ. അങ്ങനെ നമ്മുടെ ചോറ് ദമ്മിട്ട് കഴിഞ്ഞു. തീക്കനൽ കോരിയിടുകയാണ്. അങ്ങനെ ആങ്ങളെ ചോറ് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഇത് അവിടെ ചേച്ചിൻ്റെ പണി ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. സേമിയ പായസം ഉണ്ടാക്കി. ഇനി അവസാന സ്റ്റേജാണ് എന്താണ് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്ത് കൊട്ടുകയാണ് കേട്ടോ. പിന്നെ ചിക്കൻ കറിയൊക്കെ റെഡിയായി, പരിപ്പ് കറി ഉണ്ടാക്കി, ചോറായി, ഇനിയിപ്പോൾ എന്താ പായസമായി, സർലസായി, അച്ചാറായി. അങ്ങനെ എല്ലാം ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് സെറ്റായിട്ടാണ്. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് കേക്ക് മുറിക്കാൻ പറഞ്ഞിട്ട് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാം റെഡിയായി. പിന്നെ ചേച്ചിമാർ 1-2 ചേച്ചിമാരൊക്കെ വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ 4 പേരാണല്ലോ ചേച്ചി അനിയത്തിമാർ. അപ്പോൾ ഞങ്ങൾ 2 പേരും ഉച്ചയ്ക്ക് ആകുമ്പോൾ എത്തി. പിന്നെ ഇപ്പോൾ 2 ആൾ വരുന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ ബന്ധുക്കാരൊക്കെ അങ്ങനെ കുറച്ച് പേരൊക്കെ വരുന്നു. കുറച്ച് പേരല്ല, നമുക്ക് വേണ്ടപ്പെട്ട എന്താ പറയുക ആൾക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അതവിടെ നമ്മുടെ കേക്ക് മുറിക്കാനുള്ള ഒരു കുഞ്ഞ് സ്റ്റേജൊന്നുമല്ല, എന്നാലും ചെറുതായിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ് അവൻ്റെ പേരും ഹാപ്പി ബർത്ത്ഡേ ഒക്കെ ഒട്ടിക്കണം.
പിന്നെ ഞാനാണെങ്കിൽ ഇതാ പിന്നെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഞാൻ കുട്ടീനെ ഇങ്ങനെ ആട്ടി ഉറക്കുകയാണ്. കാരണം വൈകുന്നേരത്ത് 7 മണിക്ക് കേക്ക് മുറിക്കുന്ന സമയത്ത് കുട്ടി ചിലപ്പോൾ കരയും. അപ്പോൾ അതുകൊണ്ട് ഉറക്കക്ഷീണം ഉണ്ടെങ്കിൽ പിന്നെ കുട്ടികൾ എന്താ പറയുക എന്ത് ചെയ്താലും കരഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം ഞാനിവിടെ ഇങ്ങനെ ആട്ടി ഉറക്കുകയാണ് കേട്ടോ. നല്ല പാട്ടൊക്കെ പാടി 2 വരി പാടുമ്പോഴേക്കും അവൻ നല്ല ഉറക്കത്തിലായി. അപ്പോൾ എൻ്റെ പാട്ടൊക്കെ കേട്ടിട്ട് ആൾ ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പാടിയ പാട്ട് കേട്ട ആരും ഉറങ്ങില്ല. ഉറങ്ങണവർ എണീക്കും. പക്ഷേ എൻ്റെ കുട്ടി എന്താണെന്നറിയില്ല, നല്ല ഉറക്കത്തിലാണ്. ആരെങ്കിലും ഒരാൾ കയ്യിലെടുത്ത് കാണിച്ചു തരുമോ? അങ്ങനെ വീട്ടിലെ പണികളൊക്കെ ഒരുങ്ങി. പിന്നെ അത് അവിടെ മുറ്റത്ത് കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ വന്ന് റോട്ടിൽ കളിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് കേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് കുട്ടീൻ്റെ ബർത്ത്ഡേ കേക്ക് എത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ പാലക്കാട് എന്താണ് കേക്ക് ആൻഡ് കേക്കിലാണ് കേട്ടോ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബൈ 1 ഗെറ്റ് 1 ആണ്. അപ്പോൾ 2 കിലോ ഓർഡർ ചെയ്താൽ 4 കിലോ കിട്ടും. നല്ല കേക്കാണ് കേട്ടോ, നല്ല അടിപൊളി കേക്കാണ്. നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഇതുപോലെ ചേച്ചിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഇന്നാൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ ഓർഡർ ഉണ്ടായിരുന്നു. പക്ഷേ നല്ല സൂപ്പർ കേക്കായിരുന്നു. നട്ടി ബഡ്ബ്ലി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെയോ കേക്കുകളുടെ പേരൊന്നും നമുക്കറിയില്ല. അങ്ങനെ അപ്പോൾ കേക്ക് എത്തി. പിന്നെ ഇത് കൂട്ടൻ്റെ പേരൊക്കെ നമ്മളിത് അതിൽ വെട്ടുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചുരിദാറിൻ്റെ മെറ്റീരിയൽ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണത്. ഞങ്ങൾ 4 പേർക്കും അമ്മ ചുരിദാർ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നാണ് വന്നപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതിൽ 2 ചേച്ചിമാരെ എടുത്തിട്ട് പോയിട്ടുണ്ട്. പക്ഷേ സാധാരണ ചുരിദാർ തുണിയിട്ടാണ്, അല്ലാതെ വലിയ ഇതൊന്നുമില്ല. നമ്മളിങ്ങനെ വിൽക്കാൻ വരില്ലേ, അപ്പോൾ അവൻ്റെ അടുത്ത് വാങ്ങിച്ചാണ്. പക്ഷേ അമ്മനെ നന്നായിട്ട് പറ്റിച്ചിട്ട് പോയി. പക്ഷേ അമ്മേൻ്റെ അടുത്ത് ഞങ്ങളങ്ങനെ പറഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര വിഷമവും കാശ് പോയി എന്നുള്ളൊരിതിൽ നമ്മൾ എന്താ പറയുക പുറത്തൊക്കെ പോയി കടയിൽ നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു എമൗണ്ട് കൊടുത്തെടുക്കുകയാണെങ്കിൽ നല്ല എന്താ പറയുക ചുരിദാർ കിട്ടും. പക്ഷേ ഇത് ഹിന്ദിക്കാർ വന്നിട്ട് ഇങ്ങനെ പറ്റിച്ചിട്ട് പോയതാണ് കേട്ടോ. പാവം 4,000 രൂപ വാങ്ങിച്ചിട്ട് പോയി 4 ചുരിദാർ തുണിക്ക്. ഒരു 200 രൂപേൻ്റെ തുണിയേ ഉള്ളൂ. പക്ഷേ എന്താ പറയുക നന്നായിട്ട് അങ്ങോട്ട് ഇതാക്കിയിട്ട് പോയിട്ടാണ്. അപ്പോൾ എന്തായാലും ഞാനൊരു 2-3 ചുരിദാർ ഇതവിടെ ഉണ്ട്. അപ്പോൾ ഞാനിതിൽ ഏതാ ചുരിദാർ എടുത്തതെന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്യണേ. അങ്ങനെ ഇതാ പിന്നെ ഇത് കുട്ടൻ്റെ എന്താണ് ഫോട്ടോസുകൾ കേട്ടോ. അവൻ ജനിച്ചപ്പോൾ മുതലുള്ള ഫോട്ടോസ്, ജനിച്ചപ്പോൾ മുതലും ഇന്ന് വരയ്ക്കുള്ള ഫോട്ടോസുകളും അവൻ്റെ ഓരോ മന്തിലെയും ഫോട്ടോസും നമ്മളിതാ അതുപോലെ ആക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോരോ മാസത്തിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 1 മന്ത് 2 മന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഫോട്ടോ ആക്കിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കുകയാണ്. കേക്ക് മുറിക്കുന്നത് അത് അവിടെ ഒരാളിങ്ങനെ പമ്മി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കേക്ക് മുറിക്കുന്ന ടൈമായി, പുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് മാറണം എന്നൊക്കെ പറഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ വൈകുന്നേരം ഇതാ ആയിട്ടുണ്ട്. വൈകുന്നേരം ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ മാമൻ വന്നു. പിന്നെ ഇതാ ചേച്ചിമാരിങ്ങനെ ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതാരാണ് പേര് പറ? അനിക. അനിക എത്രല്ല പഠിക്കുന്നു? UKG. ഏത് സ്കൂളില്? റോസസോ? അതെവിടെയാണ്? പള്ളത്താമ്പുള്ളി. അമ്മയുടെ വീട്ടിലിരുന്നിട്ടാ പഠിക്കണത്? ഇവിടെ തന്നെ. ഇവിടുന്ന് ബസ് ഉണ്ടോ? ഓട്ടോ ഉണ്ടോ? അയ്യോ എനിക്ക് വയ്യ. അങ്ങനെ നമ്മുടേതാ ഇത് കുട്ടൻ്റെ ബർത്ത്ഡേക്കുള്ള എല്ലാതും റെഡിയാക്കി ഒക്കെ സെറ്റാക്കുകയാണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ഒക്കെ എഴുതി എൻ്റെ പേര് വെച്ച് പിന്നെ ബലൂണൊക്കെ നേരത്തെ വെച്ചല്ലോ, ഫോട്ടോസൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ അതാ കേക്ക് മുറിക്കാൻ പോകാൻ കേട്ടോ. ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കുന്നത്, എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ കേക്ക് മുറിക്കാൻ പോകണം. പിന്നെ ഇപ്പോൾ കുഞ്ഞാപ്പിയാണെങ്കിൽ നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട് കേട്ടോ. നല്ല ഡ്രസ്സായിരുന്നു അവളുടെ, നല്ലതായിട്ട് ചേരുന്നുണ്ട് കേട്ടോ ഡ്രസ്സ്. അപ്പോൾ ഞങ്ങൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി ഇങ്ങനെ കേക്ക് മുറിക്കാനായിട്ട് പോവുകയാണ്. പിന്നെ അതാ ഇത് കുട്ടൻ്റെ അമ്മൂമ്മ വരുമ്പോൾ കൊണ്ടുവന്ന ഗിഫ്റ്റാണ് കേട്ടോ. ഇത് ഇവിടെ ഇരിക്കുന്നത് സ്റ്റഡി ടേബിളാണ് അവനെ ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ വലുതാകുമ്പോൾ പഠിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് 2 പേർക്ക് ഇരുന്ന് പഠിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് അതാണ് കേട്ടോ കൊണ്ടുവന്നത്. പിന്നെ ഡ്രസ്സുകൾ അങ്ങനെയൊക്കെ. അപ്പോൾ കേക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കേക്കൊക്കെ മുറിക്കാനായിട്ട് പോവാണ്. 3 കേക്ക് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും കേക്കൊക്കെ മുറിച്ച് ഞങ്ങളിങ്ങനെ കഴിക്കാനായിട്ട് പോവാണ്. ഇനിയിപ്പോൾ ഇന്ന് എന്തായാലും കേക്ക് കഴിച്ച് മരിക്കാനുള്ളൊരു തീരുമാനത്തിലാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ഇതാ ചുന്തരി മണിയാണ്. ഇത് കുട്ടൻ്റെ ഫോട്ടോസുകളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ മാസവും
ഫോട്ടോ എടുത്തതാണ് കേട്ടോ. ഒക്കെ ഓരോ പോസിലാണ് നിൽക്കുന്നത്. ഇന്ന് വരയ്ക്കുള്ള ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കുട്ടികളുടെ പിറന്നാൾ സമയത്തൊന്നും ഈ ഒരു പരിപാടിയൊന്നുമില്ല കേട്ടോ. കേക്ക് മുറിക്കും, ഹാപ്പി ബർത്ത്ഡേ ഒക്കെ വെച്ച് ഇങ്ങനെ കേക്കൊക്കെ മുറിക്കും. പക്ഷേ ഇതുപോലെ ഫോട്ടോസും അങ്ങനെ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം നമ്മുടെ കയ്യിൽ അപ്പോൾ ടച്ച് ഫോണില്ലല്ലോ. അതിൻ്റെ ഒരു കുറവ് നന്നായിട്ടുണ്ട്. എന്നാലും നമ്മൾ ബർത്ത്ഡേക്ക് ക്യാമറാമാനെ വെച്ചിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് ആൽബമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുട്ടികളുടെ. അപ്പോൾ എന്തായാലും ഇത് കുട്ടൻ്റെ അമ്മൂമ്മയും മേമയും മാമനും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങളിതാ കേക്ക് മുറിക്കാനായിട്ട് പോവാണ്. കുറച്ച് വെട്ടത്തിൻ്റെ കുറവുണ്ട് കേട്ടോ, സ്റ്റേജിൽ ലൈറ്റിൻ്റെ കുറവുണ്ട്. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഞങ്ങൾ എന്തായാലും ഇതാ കേക്ക് മുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ കുട്ടിയാണെങ്കിൽ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ കരയോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ആൾ നമ്മൾ വിചാരിച്ച പോലെയല്ല, ഓപ്പോസിറ്റാണ് കേട്ടോ. ഒരു കരച്ചിലോ ഒന്നുമില്ല. എല്ലാവരും നോക്കി നല്ല ഹാപ്പിയായിട്ട് ചിരിയും കളിയും സംസാരവും വർത്തമാനം. പിന്നെ കത്തിയൊക്കെ കൊടുത്തപ്പോൾ പുള്ളിക്കാരൻ തന്നെ നിന്ന് ആദ്യം തന്നെ ആൾ തന്നെ സ്വന്തമായിട്ട് വെട്ടാനൊക്കെ നോക്കിയോ. അപ്പോൾ എല്ലാവരും കേക്ക് മുറിക്കുന്ന സമയത്ത് അവൻ്റെ ഈ കളിയും ചിരിയൊക്കെ കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയും ഹാപ്പി ആയിട്ട് അവൻ ഇരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ നല്ല അവനെ കൊഞ്ചലും പിടിക്കലും ചിരിക്കലും പറഞ്ഞ പോലെ നല്ലതായിരുന്നു കേട്ടോ. കണ്ടില്ലേ, എല്ലാവരും നോക്കി നല്ല ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്, ചിരിച്ച മുഖത്തോടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ കേക്കൊക്കെ മുറിക്കട്ടെ കേട്ടോ. മോനെ ജിലേബി എടുത്ത് കൊടുക്കമ്മ. അവൻ അടുത്തേക്ക് എടുത്തിക്കോ. ഞാൻ പിടിക്കാം. എന്നറി പിക്കല്ലേ ഹാപ്പി ബർത്ത്ഡേ. സാലഡ് എടുത്തില്ല മോനെ, വേണ്ടേ? അനികക്കുട്ടി ഇതാരത്? നാണക്കാരി. അങ്ങനെ കേക്ക് മുറിയും കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ എല്ലാവരും പോയിട്ടാ. 2 ചേച്ചിമാരെ പോയി. പിന്നെ അവരുടെ വീട്ടിൽ നിന്ന്, അഞ്ജുവിൻ്റെ വീട്ടിൽ നിന്ന് വന്നവരൊക്കെ പോയി. ഞങ്ങൾ 2 ചേച്ചിമാരും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ 10 മണിയായിട്ട് ഇവിടെ ഒരാൾ ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഇവൻ്റെ കളി 12:30 വരെ ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ കണ്ട് മടുത്ത അവസാനം പോയി കിടന്ന് ഉറങ്ങടാ എന്ന് പറഞ്ഞിട്ട് ആട്ടി വിടുകയാണ് കേട്ടോ ചെയ്തത്. അത്രയ്ക്ക് ഇങ്ങനെ കളിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കുട്ടി. അപ്പോൾ ഇവിടെ എപ്പോഴും ആരും ഉണ്ടാവില്ലല്ലോ, ചേച്ചിയും അനിയനും മാത്രമേ ഉള്ളൂ. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലെ ചേച്ചിമാരെയൊക്കെ കാണുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളും കണ്ടിട്ട് കുറേ ആയിട്ടാണ്. ഞങ്ങൾ ഇപ്പം അങ്ങനെ വരവൊന്നും ഇല്ലല്ലോ. അവനും വന്നിട്ട് തന്നെ ഒരു 3-4 മാസം മുമ്പാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ അങ്ങനെ പരിചയക്കുറവ് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ആര് വിളിച്ചാലും പോവും, കൈ കാട്ടിയാലും പോവും. നല്ലതാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് എൻ്റെ ഫോണിൽ പിടിച്ച് വലിക്കാനായിട്ട് വരികയാണ്. ഭയങ്കര സൗണ്ടാണ് കേട്ടോ. കാക്കൂന്ന് പറഞ്ഞിട്ട് ഭയങ്കര കത്തലും പിടിക്കലും പറഞ്ഞ പോലെ. നമ്മളെന്ത് പറഞ്ഞാലും അതുപോലെ പറയാൻ ശ്രമിക്കും. അതേപോലെ തന്നെ എന്ത് പറഞ്ഞാലും ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോഴേക്കും ചെയ്യുകയൊക്കെ ചെയ്യും. 1 വയസ്സായല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ എന്തായാലും ഇതാ നല്ല ഉറക്കം വരാണ്ടിരിക്കുകയാണ്. ഗുഡ് നൈറ്റ്.
ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ് പറ. അതിന് മൊത്തം വരലേ ഉള്ളൂ. ഗുഡ് നൈറ്റ്. അപ്പോൾ എന്തായാലും ഒരു വിധത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വീഡിയോസൊക്കെ ഒന്ന് എപ്പോഴും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ. ബൈ.